നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുന്നലങ്കോട് പ്രദേശത്തുള്ള ഗുഹാ ക്ഷേത്രമാണ് ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രം. 8-9 നൂറ്റാണ്ടുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വലിയ മലയും ആ മലയിൽ സ്ഥിതി ചെയ്യുന്ന മുനിയറകളുമാണ്. 7ഓളം മുനിയറകൾ മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഒരെണ്ണം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ വഴിപാടുകളും ഏറെ വ്യത്യസ്തമാണ്. കാലിൽ ആണി രോഗത്തിന് പപ്പടം ചവിട്ടുക എന്നുള്ളൊരു ചടങ്ങ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആരാധനയും ആചാര അനുഷ്ഠാനങ്ങളും വേറിട്ടതാണ്. ഈ ക്ഷേത്ര വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഗുഹാക്ഷേത്രമാണ് ഇരുന്നലങ്കോട് ശിവക്ഷേത്രം. മറ്റുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രം ഏറെ വിഭിന്നമാണ്. അശരണരായ ആളുകൾക്ക് ഉള്ള ഒരു അന്തേവാസി മന്ദിരം നമ്മൾക്കിവിടെ കാണാൻ കഴിയും. പാവപ്പെട്ടവരും ആരും നോക്കാനില്ലാത്തവർക്ക് അഭയകേന്ദ്രമാകുന്ന ഭഗവാന്റെ തിരുസന്നിധി. സ്വയംഭൂ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഭക്തർ ദക്ഷിണാമൂർത്തിയായി കരുതുന്നു. ഈ ക്ഷേത്രവും ക്ഷേത്ര നിർമ്മിതികളും പ്രതിഷ്ഠകളും 8-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കണ്ടൻകാളിക്കാവും കാണാൻ കഴിഞ്ഞത്. പ്രകൃതിയുടെ മനോഹരമായ ചിത്രങ്ങൾ, അത്തരം ചിത്രങ്ങളുടെ പരിപൂർണതയാണ് ഈ ക്ഷേത്ര പരിസരം നമ്മൾക്ക് സമ്മാനിക്കുന്നത്. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ചെറിയ അരുവിയായി ഒഴുകുന്ന മനോഹരമായ കാഴ്ച. മഴക്കാലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ചെറിയ അരുവികൾ ഇവിടെ കാണാൻ കഴിയുക. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണ് ചെറിയ അരുവിയായി രൂപാന്തരപ്പെടുന്നത്. മലയുടെ മുകളിലേക്ക് കയറും തോറും ക്ഷേത്രം അതിമനോഹരമായി കാണുവാൻ തുടങ്ങി. ആദ്യകാലത്ത് ഭക്തർ തന്നെയാണ് ഇവിടെ പൂജിച്ചിരുന്നത്. നിവേദിച്ചിരുന്നതും അവർ തന്നെ. അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം ദേവന് നൽകിയിരുന്നു. രോഗശാന്തിക്കായി വയറുവേദന വരുന്ന സമയത്ത് അത് മാറുവാൻ വേണ്ടി മണ്ണ് കൊണ്ടോ മരം കൊണ്ടോ നിർമ്മിച്ച മത്സ്യം, ആമ, പഴുതാര, തേൾ തുടങ്ങിയവയുടെ രൂപങ്ങൾ ഭഗവാന് മുൻപിൽ സമർപ്പിക്കാറുണ്ടത്രേ. അതുപോലെ തന്നെ കാച്ചിയ പപ്പടം ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച് അത് ചവിട്ടി നടക്കുന്ന വഴിപാടും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. കാലിലെ ആണിരോഗം മാറുന്നതിനുള്ള അതിവിശേഷപ്പെട്ട വഴിപാടാണ് അത്. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കാണുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. മലയുടെ മുകളിൽ കല്ലുകൾ അടക്കി വെച്ച മുനിയറകൾ ഒരുപാടെണ്ണം ഉണ്ടെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരെണ്ണം മാത്രമാണ് എന്ന് അറിയാൻ സാധിച്ചു. പണ്ട് മുനിമാർ തപം ചെയ്യുന്നതിനായി ഈ പ്രദേശം തിരഞ്ഞെടുത്തിരുന്നുവത്രേ. മുനിമാർ തപം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത സ്ഥലമായതിനാൽ ആയിരിക്കാം ഇവിടെ മുനിയറയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഏറ്റവും ശാന്തമായ സമാധാനപരമായ പ്രകൃതി തന്നെ മനുഷ്യർക്കായി മാറ്റിവെച്ച സ്വസ്ഥമായ എനർജിയുള്ള ഒരിടമായിരിക്കാം ഈ മലയുടെ മുകൾ ഭാഗം. ഇവിടെ ശാന്തമായ തണുത്ത കാറ്റാണ് വീശുന്നത്. ഒരുപക്ഷെ നമ്മുടെ മനസ്സും ശരീരവും നിശബ്ദവും നിശ്ചലവുമാകുന്ന ഒരു അന്തരീക്ഷം. മാമുനിമാരുടെ തപശക്തിയാൽ ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഇത്തരം ഇടങ്ങൾ
നാളെയും ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നു. പഴമയുടെ മണമുള്ള, ഗന്ധമുള്ള, പഴയ ചരിത്രമുറങ്ങിക്കിടക്കുന്ന മുനിയറകൾ അതെന്നും ഈ പാറമുകളിൽ നിലനിർത്തുവാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ. പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനവും ശാന്തതയുമാണ് പ്രദാനം ചെയ്യുന്നത്. പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. നന്ദി, നമസ്കാരം.